നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മാസഫലത്തിൽ നമ്മൾ കാണുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ്. 2025 മെയ് മാസത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന പ്രധാന കാര്യങ്ങൾ. ചിത്തിര നക്ഷത്രം സ്വഭാവവും പ്രധാന സവിശേഷതകളും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ കഠിനാധ്വാനികളും മറ്റുള്ളവരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. തങ്ങൾ പരിചയപ്പെടുന്ന എല്ലാവരോടും ഇവർ വളരെയധികം സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുകയും ബന്ധങ്ങളിൽ ഒരു സമതുലിതാവസ്ഥ നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നു. വികാരാധീനത ഇവരുടെ ഒരു പ്രധാന സ്വഭാവമാണ്. ചില അവസരങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് പിടിവാശിയുള്ളതായിട്ടും കാണാം. സാധാരണയായി ചിത്ര നക്ഷത്രക്കാർക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ബിസിനസ്സിലായിരിക്കും. കാരണം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇവരുടെ ബുദ്ധി മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു. സംഭാഷണ കലയിൽ ഇവർക്ക് നല്ല കഴിവുകളുണ്ട്. ഇത് ബിസിനസ്സിൽ വിജയം നേടാൻ അവരെ സഹായിക്കും. എങ്കിലും ഇവർ കോപം ഒഴിവാക്കുകയും ശാന്തമായി പെരുമാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യ ഘടകവുമാണ്. പ്രത്യാശയോടെ ഇരിക്കുക എന്നത് ഇവരുടെ ഒരു സവിശേഷതയായതിനാൽ ഇവർ അത്ര എളുപ്പത്തിൽ അസ്വസ്ഥരാകാറില്ല. സമ്പത്ത് നേടുന്നതിലും ഭൗതിക ജീവിതം ആസ്വദിക്കുന്നതിലും ഇവർക്ക് താല്പര്യവും ഉണ്ടാകും. തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവ് ചിത്ര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. സ്നേഹം തോന്നുന്നവരോട് ഇവർ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തും. ഇഷ്ടമില്ലാത്തവരോട് അകലം പാലിക്കുമെങ്കിലും അവരോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധാരണയായി ശ്രമിക്കാറില്ല. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഉയർച്ചയിൽ വലിയ ആഗ്രഹമുണ്ടാകും. മറ്റുള്ളവരെയും പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കും കാണും. സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവും ഇവരുടെ പ്രത്യേകതയുമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് നല്ലതുപോലെ വസ്ത്രം ധരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ ആകർഷകമായി പ്രത്യക്ഷപ്പെടാനും വലിയ താല്പര്യമുണ്ടാകും. ഈ നക്ഷത്രം കന്നിരാശിയുടെ 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ തുലാം രാശിയുടെ 6 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്നു. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പഠനത്തിലൂടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നേടാൻ കഴിയും. സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമാണ്. തലച്ചോറിനേക്കാൾ കൂടുതൽ മനസാക്ഷിയാണ് ചിത്ര നക്ഷത്രക്കാർ വലിയ വില നൽകുന്നത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകും. മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ വെച്ച് പുലർത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വ ഗ്രഹമാണ്. ചിത്തിര നക്ഷത്രത്തിലെ സ്ത്രീകൾ സാധാരണയായി സുന്ദരികളും ബുദ്ധിമതികളും കാര്യങ്ങൾ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും. അവർക്ക് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും. ശുഭകരമായ വസ്ത്രങ്ങളോട് ഇവർക്ക് താല്പര്യവുമുണ്ടാകും. കൂടാതെ സംഗീതം പോലുള്ള കലകളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. ഉദയലഗ്നം ചിത്രയായ ആളുകൾക്ക് 2 വിവാഹയോഗവും കാണുന്നുണ്ട്. ഇവർ ദിനചര്യകളിലോ ഭക്ഷണക്രമത്തിലോ വലിയ നിഷ്ഠ പുലർത്തുന്നവരുമല്ല. ലഘുഭക്ഷണം കഴിക്കാനും ജീവൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം കഴിക്കാനും താല്പര്യമുള്ളവരായിരിക്കും കൂടുതൽ പേരും. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ചില സമയങ്ങളിൽ ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാകാനും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അധികാരം അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കൂടാതെ അഹങ്കാരം കൂടുതലായി കാണാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകാം. പെട്ടെന്ന് അഭിപ്രായങ്ങൾ മാറുന്ന സ്വഭാവം കാരണം മറ്റുള്ളവർ ഇവരെ സംശയിക്കാൻ ഇടയുമുണ്ട്. ചിത്തിര നക്ഷത്രത്തിലെ പുരുഷന്മാർ പ്രകൃതിയെ സ്നേഹിക്കുന്നവരായിരിക്കും. അവർ വളരെ ബുദ്ധിശാലികളും തങ്ങൾക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉപയോഗിക്കുന്നവരുമാണ്. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ അവർ ആഗ്രഹിക്കുകയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടി കാണിക്കാത്തവരുമാവുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും നന്നായി ചിന്തിച്ചെടുത്തത് കൊണ്ട് വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ അവർക്ക് പ്രശംസ ലഭിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വാതന്ത്ര്യത്തോട് വലിയ താല്പര്യമുണ്ടാകുന്നവരാണ്. അവർ മുന്നോട്ട് ചിന്തിക്കുന്നവരും മറ്റുള്ളവരെ അവരെ നിയന്ത്രിക്കുന്നതിൽ താല്പര്യമില്ലാത്തവരുമായിരിക്കും. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശിയുടെ അടിസ്ഥാനത്തിൽ 2ആയി തരംതിരിക്കാം. കന്നിരാശിയിൽ ജനിച്ചവരും തുലാം രാശിയിൽ ജനിച്ചവരും. ചിത്തിരയുടെ ആദ്യ 30 നാഴികയിൽ ജനിച്ച കന്നിരാശിക്കാരും 30 നാഴികയ്ക്കും 60 നാഴികയ്ക്കും ഇടയിൽ ജനിച്ച തുലാം രാശിക്കാരുമാണ്. ചിത്തിരയുടെ ആദ്യത്തെ 1-2 പാദങ്ങളിൽ ജനിച്ചവർക്ക് സൗന്ദര്യം, കഠിനാധ്വാനം, വാക്ചാതുര്യം, ധൈര്യം, അറിവ്, സന്തോഷം, മുൻകോപം, വാദിക്കുന്ന സ്വഭാവം എന്നിവ ഉണ്ടാകും. എന്നാൽ ചിത്തിരയുടെ 3-4 പാദങ്ങളിൽ ജനിച്ചവർക്ക് ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം, വിവേകം, ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, അന്തർജ്ഞാനം എന്നിവ കൂടുതലായി കാണും. 2025 മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കാം. പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ. വ്യാഴം 2025 മെയ് 14 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നു. വ്യാഴം ഒരു പ്രധാന ഗ്രഹമായതിനാൽ ഈ മാറ്റം എല്ലാ രാശികളിലെയും നക്ഷത്രങ്ങളെ ഒരുപോലെ സ്വാധീനിക്കും. മിഥുനൻ രാശി ബുധൻ്റെ രാശിയാണ്. വ്യാഴം വിജ്ഞാനത്തിൻ്റെയും വളർച്ചയുടെയും കാരകനാണ്. ഈ മാറ്റം ചിത്ര നക്ഷത്രക്കാർക്ക് തൊഴിൽ, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ നൽകും.
രാഹു 2025 മെയ് 18 മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. രാഹു ഒരു ഛായാഗ്രഹമാണ്. ഇതിൻ്റെ രാശിമാറ്റം പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കും കാരണമാകാറുണ്ട്. കുംഭൻ രാശി ശനിയുടെ രാശിയാണ്. ഈ മാറ്റം ചിത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേതു 2025 മെയ് 18 കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. രാഹുവിനെ പോലെ കേതും ഒരു ഛായാഗ്രഹമാണ്. കന്നിരാശി ബുധൻ്റെ രാശിയും ചിങ്ങൻ രാശി സൂര്യൻ്റെ രാശിയുമാണ്. ഈ മാറ്റം ചിത്ര നക്ഷത്രക്കാരിൽ ആത്മീയമായ ചിന്തകൾ വർദ്ധിപ്പിക്കാനും ചില കാര്യങ്ങളിൽ വിരക്തി തോന്നിക്കാനും ഇടയായേക്കും. ബുധൻ മെയ് മാസത്തിൽ ബുധന് 2 രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നു. മെയ് 7 ബുധൻ മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് മാറുകയും പിന്നീട് മെയ് 23 മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും ഗ്രഹമാണ്. ഈ മാറ്റങ്ങൾ ചിത്ര നക്ഷത്രക്കാരുടെ പഠനം, തൊഴിൽ, ആശയവിനിമയം എന്നിവയെ സ്വാധീനിക്കും. മെയ് 15 സൂര്യൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്നു. സൂര്യൻ തേജസ്സിൻ്റെയും അധികാരത്തിൻ്റെയും ഗ്രഹമാണ്. ഈ മാറ്റം ചിത്ര നക്ഷത്രക്കാരുടെ ഊർജം, ആത്മവിശ്വാസം, നേതൃഗുണം എന്നിവയെ സ്വാധീനിക്കും. ശുക്രൻ മെയ് 31 മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ പ്രണയം, സൗന്ദര്യം, സന്തോഷം എന്നിവയുടെ ഗ്രഹമാണ്. ഈ മാറ്റം ചിത്ര നക്ഷത്രക്കാരുടെ പ്രണയ ജീവിതം, സാമ്പത്തിക സ്ഥിതി, ബന്ധങ്ങൾ എന്നിവയെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ചൊവ്വ മെയ് മാസം മുഴുവൻ ചൊവ്വ കർക്കിടകൻ രാശിയിൽ തുടരുന്നു. ചൊവ്വ ഊർജം, ധൈര്യം, പോരാട്ടവീര്യം എന്നിവയുടെ ഗ്രഹമാണ്. കർക്കിടകത്തിലെ സ്ഥിതി ചിത്ര നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും. ഈ ഗ്രഹസ്ഥിതി ചിത്ര നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, പ്രണയം, കുടുംബം തുടങ്ങിയ മേഖലകളിൽ ഇനി പറയുന്ന രീതിയിൽ സ്വാധീനിക്കും. തൊഴിൽ വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലെ പ്രവേശനം ചിത്ര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യത നൽകുന്നു. ഈ സമയം പുതിയ ജോലി ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം നേടാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റങ്ങൾ തൊഴിൽ രംഗത്ത് ചില ചെറിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനും ഇടയുണ്ട്. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാമ്പത്തികം വർഷത്തിൻ്റെ തുടക്കം ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രത്യേകിച്ച് മെയ് മാസത്തിൻ്റെ മധ്യത്തോടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപായി ആലോചിക്കുകയും ചെയ്യുക. ആരോഗ്യം 2025 ചിത്ര നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. വർഷത്തിൻ്റെ മധ്യത്തിൽ പ്രായമായവരുടെ ആരോഗ്യം മോശമാകാൻ ഇടയുണ്ട്. സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയും കരുതലും വേണം. ചിത്ര നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ ജനിച്ചവർക്ക് വൃക്ക സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, മൂത്രാശയത്തിൽ കല്ല്, തലവേദന, നടുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് കാണുന്നു. കുടുംബം ഈ സമയം ചിത്ര നക്ഷത്രക്കാർക്ക് കുടുംബങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എങ്കിലും സഹോദരങ്ങളിൽ നിന്ന് നല്ല പിന്തുണയും ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പ്രണയം വിവാഹിതരായ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ സമയം പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടും. അവിവാഹിതർക്ക് ഈ വർഷം വിവാഹത്തിന് സാധ്യതയും കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നിലനിർത്തുക. വിദ്യാഭ്യാസം 2025 മെയ് മാസം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വരാനും ഇടയുണ്ട്. മാസം ആദ്യത്തിൽ മെയ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ ചിത്ര നക്ഷത്രത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സമയക്രമീകരണത്തിലും കൂടുതൽ ശ്രദ്ധയും കരുതലും ചെലുത്തേണ്ടതുണ്ട്. ഈ സമയം ജോലി സ്ഥലത്ത് പതിവിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ സമയം ചെലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബുധൻ മെയ് 7 മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിലും ചില മാറ്റങ്ങൾ വരുത്താനിടയുണ്ട്. മാസം മധ്യത്തിൽ ജോലി സ്ഥലത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും. ഈ സമയം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കുന്നതിലൂടെ തടസ്സപ്പെട്ടു പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. ഉപജീവന മാർഗങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ സമയം കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും. വ്യാഴം മെയ് 14 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും നൽകും. മെയ് 12 ബുധ പൗർണമി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാസാവസാനം മെയ് മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ ചിത്ര നക്ഷത്രക്കാർ അവരുടെ പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സംയമനവും പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വിവാഹ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ ഭാര്യയുടെ വികാരങ്ങളെ മാനിക്കേണ്ടതുമുണ്ട്. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഈ സമയം കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ബുധൻ മെയ് 23 ഇടവൻ രാശിയിലേക്കും ശുക്രൻ മെയ് 31 മേടൻ രാശിയിലേക്കും മാറുന്നത് വ്യക്തിപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും. മേഖല തിരിച്ചുള്ള വിശകലനം നോക്കാം.
തൊഴിൽ. മെയ് മാസത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയും ഇരട്ടി പരിശ്രമവും ആവശ്യമായി വന്നേക്കും. എങ്കിലും വിദേശത്തുള്ളവർക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാനിടയുണ്ട്. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കാൻ ഈ സമയം സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികം. മെയ് മാസത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ കൂടുതൽ പണം ലാഭിക്കാൻ സാധിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരും. ആരോഗ്യം. ഈ മാസം ചിത്തിര നക്ഷത്രക്കാർക്ക് തലവേദന, കണ്ണിലെ അസ്വസ്ഥത, പനി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ചിത്തിര നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങളിൽ ജനിച്ചവർക്ക് വൃക്കരോഗങ്ങൾ, പ്രമേഹം, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, സൂര്യാഘാതം എന്നിവ വരാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അത്യാവശ്യമാണ്. 2025 മെയ് മാസത്തിൽ ചിത്തിര നക്ഷത്രക്കാരുടെ കുടുംബ അന്തരീക്ഷം അത്ര സുഖകരമായിരിക്കാൻ സാധ്യത കാണുന്നില്ല. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും അത് കൂടുതൽ വഷളാകാനും സാധ്യതയുണ്ട്. ക്ഷമയോടെയും വിവേകത്തോടെയും കുടുംബ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടതാണ്. പ്രണയബന്ധങ്ങളിൽ ഈ സമയം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അതിനാൽ അവരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധയും സംയമനവും പാലിക്കണം. പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. വിദ്യാഭ്യാസം, കല, സാഹിത്യം എന്നീ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയം വളരെ ഗുണകരമാണ്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട്. മെയ് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ജോലി സ്ഥലത്ത് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും നിയന്ത്രണവും പാലിക്കണം. ബുധൻ മെയ് 7 മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാറ്റം വരുത്തും. രണ്ടാമത്തെ ആഴ്ചയിൽ മെയ് 8 മുതൽ 14 വരെ ഈ ആഴ്ച ജോലി സ്ഥലത്തെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കും. വ്യാഴം മെയ് 14 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും കൊണ്ടുവരും. മെയ് 15 മെയ് 21 വരെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കും. സൂര്യൻ മെയ് 15 ഇടവൻ രാശിയിലേക്ക് മാറുന്നു. രാഹുവും കേതുവും മെയ് 18 രാശി മാറുന്നു. ഈ മാറ്റങ്ങൾ ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വാധീനവും ചെലുത്തും. നാലാം ആഴ്ചയിൽ 22 മുതൽ 31 വരെ ബുധൻ മെയ് 23 ഇടവൻ രാശിയിലേക്കും ശുക്രൻ 31 മേടൻ രാശിയിലേക്ക് മാറുന്നു. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും സംയമനവും പാലിക്കുക. മാസാവസാനം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരവും ലഭിക്കും. ചിത്തിര നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരങ്ങൾ. ചൊവ്വാഴ്ചകളിൽ നെയ്യും 7 തരത്തിലുള്ള ധാന്യങ്ങളും ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശക്തിപീഠങ്ങൾ സന്ദർശിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വെള്ളം, ചന്ദനത്തിരി, ചുവന്ന പൂക്കൾ എന്നിവ ഉപയോഗിച്ച് ജലപൂജ നടത്തുക. ദുർഗ സപ്തശക്തി പതിവായി പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ദേവീ മന്ത്രങ്ങൾ ജപിക്കുക. വിഷ്ണുവിനെയും ലക്ഷ്മിയെയും ആരാധിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും നല്ലതാണ്. ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്, അതായത് ദരിദ്രർക്ക്. ചിത്തിര നക്ഷത്രത്തിൻ്റെ മൂലമന്ത്രങ്ങളായ ഓം തം, ഓം ധം എന്നിവ ദിവസവും 108 തവണ ജപിക്കുക. ചിത്തിര നക്ഷത്രത്തിൻ്റെ 1-2 പാദങ്ങൾ ജനിച്ചവർക്ക് കുജശാന്തി ഹോമം നടത്തേണ്ടതാണ്. 3-4 പാദങ്ങൾ ജനിച്ചവർ ബുധശാന്തി ഹോമമോ ശുക്രശാന്തി ഹോമമോ നടത്തുക. ചിത്തിര നക്ഷത്ര ശാന്തി പൂജ നടത്തുന്നത് ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ വിവാഹം പോലുള്ള പ്രധാന കാര്യങ്ങൾ ഈ നക്ഷത്രത്തിൻ്റെ ദിവസത്തിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും പ്രധാനപ്പെട്ട അന്വേഷണങ്ങളും ഈ സമയം ഒഴിവാക്കുക. 2025 മെയ് മാസം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ്. തൊഴിൽപരമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ഗ്രഹങ്ങളുടെ അനുകൂലമായ മാറ്റങ്ങൾ പുരോഗതിക്ക് സഹായിക്കും. ആരോഗ്യകാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധയും കരുതലും ചെലുത്തേണ്ട അത്യാവശ്യമാണ്. നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ നക്ഷത്രക്കാർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ നേടാനും കഴിയും. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും സാധിക്കും.